പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പത്രോസ്ലീഹായുടെ രണ്ടാമത്തെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ ശിഷ്യൻ വിശ്വാസികളെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു: പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ ദീപം എന്നതുപോലെ പ്രവാചക വചനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. നമുക്കറിയാം, പ്രഭാതം പൊട്ടിവിടരുമ്പോൾ രാത്രിയുടെ അന്ധകാരം നീങ്ങിപ്പോകുന്നു. പ്രഭാത നക്ഷത്രം ഉദിക്കുമ്പോൾ രാത്രി മുഴുവനും യാത്ര ചെയ്തിരുന്ന നാവികർക്ക് പ്രത്യാശ ഉണ്ടാകും, പ്രഭാതം ഉദിക്കുകയായി എന്നുള്ള ഒരു പ്രതീക്ഷ. ഇരുട്ടിൽ ഒരു ദീപം കത്തിക്കുമ്പോൾ ഇരുള് അകന്നു പോകുന്നു, അവിടെ സന്തോഷത്തിന്റെ പ്രകാശമുണ്ടാകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വചനത്തിലൂടെയാണ് ഈ പ്രതീക്ഷയും പ്രത്യാശയും ആകുന്ന പ്രകാശം പരക്കുന്നത്. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തുന്ന വചനമായി, നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളകറ്റാനുള്ള പ്രാർത്ഥനയായി പ്രഭാത വിരുന്നിലൂടെ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തമായ വചനം, ഇരുളകറ്റുന്ന ദൈവിക വചനം വഴികാട്ടിയായി ഉണ്ടാകട്ടെയെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവ് വഴികാട്ടിയായും പ്രചോദക ഹേതുവായും നൽകുന്ന വചനം മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളാണ്. നമുക്ക് അത് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകുവാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന
ഓരോ വാക്കുകൾ കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ പരസ്യ ജീവിതത്തിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് യേശു മരുഭൂമിയിലേക്ക് പോവുകയും തന്റെ മരുഭൂമി വാസത്തിന്റെ അന്ത്യഘട്ടത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യേശുവിന്റെ പ്രലോഭനങ്ങൾക്കെല്ലാം ഇന്നും ആനുകാലിക പ്രസക്തിയുണ്ട്. യേശു സ്വന്തം ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഈ പ്രലോഭനങ്ങളെല്ലാം ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ജീവിതത്തിലും നമ്മൾ കണ്ടുമുട്ടുന്നത് തന്നെയാണ്. ഭൗതിക വസ്തുക്കൾ കൊണ്ട് തൃപ്തിപ്പെടാനും തൃപ്തിപ്പെടുത്താനും ഉള്ള ശ്രമം, സ്ഥാനമാനങ്ങൾ നൽകി മനുഷ്യനെ അതിൽ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമം, പ്രശസ്തിയും പേരും നൽകി മനുഷ്യനെ സ്വാധീനിക്കാനുള്ള ശ്രമം ഒക്കെ ഇന്ന് പിശാച് നടത്തുന്നുണ്ട്. ഒത്തിരി പേര് അതിൽ കുടുങ്ങി നശിച്ചു പോകുന്നുമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിൽ ആദ്യത്തെ പ്രലോഭനത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുക. യേശുവിന് നൽകിയ ആദ്യത്തെ പ്രലോഭനം ഇതായിരുന്നു: കല്ലുകൾ അപ്പം ആക്കുക എന്നുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ കാലഘട്ടത്തിലുള്ള മിശിഹ അവബോധത്തെക്കുറിച്ച് അറിവുണ്ടാകണം. യേശുവിന്റെ കാലഘട്ടത്തിൽ പ്രധാനമായും 3 മിശിഹ അവബോധങ്ങളുണ്ടായിരുന്നു. ഒന്ന് രാജാവായ മിശിഹ, 2 പ്രവാചകനായ മിശിഹ, 3 സഹിക്കുന്ന മിശിഹ. ഇതിൽ രാജാവായ മിശിഹായുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ് ഈ ആദ്യത്തെ പ്രലോഭനം. വരുവാനിരിക്കുന്ന രക്ഷകൻ ജനത്തിന് ഭക്ഷണവും പാനീയങ്ങളും ശാരീരികമായിട്ടുള്ള പോഷണങ്ങളും കൊടുത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിരിക്കും എന്നുള്ള ഒരു ധാരണ ഇസ്രായേൽ സമൂഹത്തിൽ പ്രബലമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 1ഉം 2ഉം വചനങ്ങളിലുള്ള പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കുറെയൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നത്. ദാഹാർത്ഥരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. വിശപ്പടക്കാൻ പറ്റാത്തതിനു വേണ്ടി നിങ്ങൾ എന്തിന് വില കൊടുക്കുന്നു? നിങ്ങൾ വിലയില്ലാത്തതിനു വേണ്ടി എന്തിന് അധ്വാനിക്കുന്നു? നിങ്ങൾ സൗജന്യമായി പാലും വീഞ്ഞും എന്നിൽ നിന്നും വാങ്ങിക്കുവിൻ. നിങ്ങൾ വിശിഷ്ട ഭോജ്യങ്ങൾ കൊണ്ട് സംതൃപ്തരാകുവിൻ എന്നൊക്കെയുള്ള പ്രവചനം. വരുവാനിരിക്കുന്ന രക്ഷകൻ ജനത്തിന് സൗജന്യമായി ഭക്ഷണവും പാനീയങ്ങളും കൊടുക്കുന്നവനായിരിക്കും. അവനെ ശാരീരികമായി പരിപോഷിപ്പിക്കുന്നവനായിരിക്കും. ഭൗതിക സമ്പത്തുകൾ നൽകി അവരെ തൃപ്തിപ്പെടുത്തുന്നവനായിരിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണ ഇസ്രായേൽ സമൂഹത്തില് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തരാക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ജനം ഇളകിവസായി അവർ അവനെ രാജാവാക്കുവാൻ ശ്രമിച്ചു. പക്ഷെ യേശു അവരുടെ മധ്യത്തിൽ നിന്നും സൂത്രത്തിൽ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം യേശു അങ്ങനെയുള്ള ഒരു മിശിഹായിട്ടല്ല അവതരിച്ചത്. മനുഷ്യന്റെയൊക്കെ സ്വാഭാവിക പ്രവണത അങ്ങനെയാണ്. ഭൗതിക വസ്തുക്കൾ നൽകി തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിന് തന്നെ ഈ കാര്യം ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. മരുഭൂമിയിൽ വെച്ച് അവർക്ക് വിശന്നപ്പോൾ മന്ന കൊടുത്തു. അവർ ഈ മന്നയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: അത് തേൻ ചേർത്ത് കുഴച്ച വളരെ രുചികരമായ അപ്പം പോലെയായിരുന്നു എന്ന്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവിടെ രുചിക്ക് മാറ്റമുണ്ടായി. ഒരേ സാധനം തന്നെ ആവർത്തിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ രുചിക്ക് മാറ്റമുണ്ടായി. 2ാമത്തെ പ്രാവശ്യം അവർ മന്നയെക്കുറിച്ച് പറയുന്നത് എണ്ണ ചേർത്ത് കുഴച്ച അപ്പം പോലെ എന്നാണ്. എന്നാൽ 3ാമത്തെ പ്രാവശ്യം അവർ ഈ മന്നയെക്കുറിച്ച് പറയുന്നത് ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ ഇപ്പോൾ മടുത്തിരിക്കുന്നു എന്നാണ്. അപ്പം കൊടുത്ത് അവരെ തൃപ്തരാക്കാൻ പറ്റിയില്ല ദൈവത്തിന്. വെള്ളം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. ആദ്യം വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. പിന്നീട് അവർക്ക് ക്ഷാമമുണ്ടായപ്പോൾ അതേ ദൈവത്തോട് വീണ്ടും പരാതി പറയുകയും അവർ എവിടെയെന്നും ഒളിച്ചോടിപ്പോന്നോ രക്ഷപ്പെട്ടു പോന്നോ ആ ഈജിപ്തിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ട് അവർ കൊതിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്.
അതുകൊണ്ട് സമ്പത്തും ഭൗതിക വസ്തുക്കളും കൊടുത്ത് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. അടുത്ത നാളില് വിൻസെന്റ് സഭയുടെ പ്രവർത്തന മേഖല ഗുജറാത്തിലേക്ക് വ്യാപിപ്പിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവിടെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയിരുന്നു. അവിടെയുള്ള ഒരു ഇടവകയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഗാന്ധിനഗർ ആർച്ച് ബിഷപ്പ് തോമസ് മക്വാൻ അദ്ദേഹത്തിന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഇടവകയിൽ ചെന്നു. അവിടെയുള്ള കമ്മിറ്റിക്കാരെല്ലാം വിളിച്ചു ചേർത്തു. അവരോട് ഭാവി പരിപാടികളെക്കുറിച്ച്, സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് ആരായാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു ചേർത്തത്. സ്വാഗതമെല്ലാം കഴിഞ്ഞ് ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേതാവ് എഴുന്നേറ്റ് നിന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് പ്രോജക്ട് യു ഹാവ് ടു ബ്രിങ് ഹിയർ? നിങ്ങൾക്ക് എന്ത് പ്രോജക്റ്റാണ് തരാനുള്ളത് എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് അവിടെ എന്തെങ്കിലും സോഷ്യൽ സർവീസ് പ്രോജക്റ്റുകൾ കൊണ്ടുവരിക, ഭവന നിർമ്മാണം, ജോലി സാധ്യതയുള്ള വ്യവസായങ്ങൾ, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുക, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള എന്ത് പ്രോജക്റ്റാണ് ബിഷപ്പിന് ഈ ഇടവകയിൽ തരാനുള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആർച്ച് ബിഷപ്പ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യെസ്, ഐ ഹാവ് എ പ്രോജക്ട്. പക്ഷെ എന്റെ പ്രോജക്റ്റ് ഇതാണ്: നിങ്ങൾക്കെല്ലാവർക്കും യേശുവിനെ തരിക, യേശുവിന് വചനം തരിക എന്നുള്ളതാണ് എന്റെ പ്രോജക്റ്റ്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ആർച്ച് ബിഷപ്പ് പറയുകയുണ്ടായി. അവരെല്ലാവരും നിരാശരായി. അവർ പലരും മുറുമുറുക്കാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി. യേശുവിനെ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് യേശുവിനല്ല, അവർക്ക് ആവശ്യമുള്ളത് ഭൗതിക വസ്തുക്കളാണ്. കാരണം മുൻപിലത്തെ മിഷണറിമാരെല്ലാം ആ രീതിയിലാണ് മിഷണറി പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. മിഷണറിമാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികമായൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേരെല്ലാം അവർ പഴയ വിശ്വാസത്തിൽ തിരിച്ചുപോയി എന്നും മെത്രാൻ പറയുകയുണ്ടായി. ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അരുണാചൽ പ്രദേശില് 2 കേന്ദ്രങ്ങൾ, ഒരു ധ്യാന കേന്ദ്രം, മറ്റൊന്ന് ഒരു ഇടവകയാണ്. ഞങ്ങൾ അവിടെ സന്ദർശിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഇടവകക്കാരെല്ലാവരും കൂടി യോഗം കൂടി അനുമോദിക്കാനും സ്വീകരിക്കാനും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ പതിവനുസരിച്ച് ഒരു മെമ്മോറാണ്ടവും തന്നു. ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഭൗതികമായി നിങ്ങൾ എങ്ങനെ സഹായിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളെല്ലാം ഉണ്ട്, ഈ ഭൗതിക വസ്തുക്കൾ ഞങ്ങൾക്ക് നൽകണം എന്നുള്ള മെമ്മോറാണ്ടമാണ്. പലപ്പോഴും നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ക്രൈസ്തവ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത് ഇവർക്കെല്ലാം ഭൗതിക വസ്തുക്കൾ കൊടുത്ത് അതിലൂടെ യേശുവിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അനുഭവം പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൂടെ, അങ്ങനെയുള്ള പദ്ധതിയിലൂടെ യേശുവിലേക്ക് വന്നിട്ടുള്ള ഒത്തിരി പേര് ഇത് കിട്ടാതെ വന്നപ്പോൾ തിരിച്ചുപോയിട്ടുണ്ടെന്നുള്ളതാണ്. പെറു മിഷൻ വിൻസെന്റ് സഭയുടെ ഒരു വിദേശ മിഷനാണ്. പെറുവില് ലീമ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് കാരബൈലോ എന്ന് പറയുന്ന ഒരു രൂപത. അവിടെ ഞങ്ങളുടെ അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത നാളിൽ ആ മിഷൻ സന്ദർശിക്കാനിടയായപ്പോൾ അവിടെയുള്ള ആർച്ച് ബിഷപ്പിനെ കണ്ട് കുശലാന്വേഷണം നടത്തി. അപ്പോൾ ആർച്ച് ബിഷപ്പ് പറഞ്ഞതാണ്, കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒരു രീതിയിൽ ഫലമുണ്ടായിട്ടുണ്ട്. കാരണം കുറെയൊക്കെ ദാരിദ്ര്യം അകറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മറ്റു രീതിയിൽ പരാജയപ്പെട്ടു പോയി. ഇടവകളിൽ ആള് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം വിതരണം ചെയ്യണം, അവിടെ ഗോതമ്പ് കൊടുക്കണം, എണ്ണ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം, വസ്ത്രങ്ങൾ കൊടുക്കണം, ജോലി കൊടുക്കണം. അതൊന്നുമില്ലാതെ വചനം പ്രഘോഷിക്കുകയാണ്, യേശുവിന് കൊടുക്കാണെന്ന് പറഞ്ഞാൽ ഇടവകയിലൊന്നും ആരും വരികയില്ല. അതുകൊണ്ട് മുൻകാലത്ത് മിഷണറിമാർക്ക് ഈ കാര്യത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വിൻസെന്റ് സഭയെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. വിൻസെന്റ് സഭയെ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഈ ജനത്തിന് വചനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വചനത്തിനു വേണ്ടി ഈ ജനം ദാഹിക്കണം. അപ്പത്തിനു വേണ്ടിയും വെള്ളത്തിനു വേണ്ടി എന്നതിനേക്കാൾ ദൈവത്തിന്റെ ജീവസ്വത്ത വചനത്തിനു വേണ്ടി ഈ ജനം ദാഹിക്കണം. ആ ദാഹം അകറ്റാൻ വേണ്ടി നിങ്ങൾ വിളിച്ചിരിക്കുന്നത് എന്ന്. ഭൗതിക വസ്തുക്കൾ കൊടുത്ത് നമുക്കൊരിക്കലും തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുകയില്ല. നമുക്കറിയാം, ധൂർത്തപുത്രന്റെ ഉപമയിൽ ധൂർത്തപുത്രൻ
പിതാവിന് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിതാവിനെ ഉപേക്ഷിച്ചു പോയി. പിതാവിന് സാന്നിധ്യം വേണ്ട, പിതാവിന്റെ ഭവനം വേണ്ട, അവന് സമ്പത്ത് മതി. സമ്പത്തുമായി അവൻ പോയി. സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിതാവിന് മറന്നു അവൻ. മൂത്തപുത്രൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണം എന്താണ്? താൻ ആഗ്രഹിച്ച സമ്പത്ത് കിട്ടിയില്ല എന്നതുകൊണ്ടാണ്. എന്റെ കൂട്ടുകാരുടെ കൂടെ സന്തോഷിക്കുവാൻ ഒരു ആടിനെ പോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. ഭൗതിക വസ്തുക്കൾ കിട്ടാത്തത് കൊണ്ടാണ് അവൻ പിതാവിനെ ഉപേക്ഷിച്ചത്. ചിലര് ഭൗതിക വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പിതാവിനെ ഉപേക്ഷിച്ചു പോകുന്നു, ചിലര് കിട്ടാതിരുന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലാം വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു പ്രവണതയുണ്ടല്ലോ. മുൻകാലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഒത്തിരി പാവപ്പെട്ട രാജ്യങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? സാമ്പത്തികമായ ഉന്നമനം നേടിയിട്ടുണ്ട്, ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നമ്മൾ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സംഭവിച്ച മറ്റു മൂല്യച്യുതിയുണ്ട്. വിശ്വാസം നഷ്ടപ്പെട്ടു, ദൈവവിചാരമില്ലാതായി, ഭൗതിക വസ്തുക്കളുടെ അടിമയായി തീർന്നു മനുഷ്യൻ. യൂറോപ്പിലുണ്ടായ ആ മൂല്യച്യുതി, യൂറോപ്പിലുണ്ടായ സഭയുടെ തകർച്ച, വിശ്വാസത്തിന്റെ തകർച്ച ഇന്ന് ഈ രാജ്യങ്ങളിലേക്കും വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ പരാജയപ്പെട്ടത് യേശുവിനെ കൊടുക്കാനാണ്. യേശുവിനെ കൊടുക്കാൻ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭൗതിക വസ്തുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മനുഷ്യർക്ക് ദൈവവിചാരമില്ലാതായി, മൂല്യങ്ങൾ നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായി. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇന്ന് കുടുംബങ്ങളിലും കാണുന്ന ഒരു പ്രവണത തന്നെയാണ്. മാതാപിതാക്കന്മാർ മക്കൾക്കു വേണ്ടി സമ്പാദിക്കുന്നതിനു വേണ്ടി വിദേശങ്ങളിലും വിദൂരങ്ങളിലും പോകുന്നു. മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. അവർക്ക് പണം സമ്പാദിക്കുന്നു, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് നല്ല വീട് വെച്ചു കൊടുക്കുന്നു, സുഖ സൗകര്യങ്ങൾ നൽകുന്നു. പക്ഷെ ഈ മാതാപിതാക്കന്മാർക്ക് മക്കൾക്ക് കൊടുക്കാൻ വിശ്വാസമില്ലാതെ പോകുന്നു, വചനമില്ലാതെ പോകുന്നു, ദൈവമില്ലാതെ പോകുന്നു. ഇതിന്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. അതിന്റെ ഫലമായിട്ടാണ് ഒത്തിരി കുടുംബങ്ങൾ തകരുന്നത്. ഒത്തിരി മാതാപിതാക്കളിൽ നിന്ന് കണ്ണുനീര് കുടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടൊന്നും മക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുവിനുണ്ടായ അതേ പ്രലോഭനം തന്നെ ഇന്ന് പല മാതാപിതാക്കന്മാർക്കും ഉണ്ടാകുന്നുണ്ട്. മക്കളെയെല്ലാം സമ്പത്ത് കൊണ്ട്, ഭക്ഷണം കൊണ്ട്, മൊബൈൽ ഫോൺ കൊണ്ട്, ഇന്റർനെറ്റ് കൊണ്ട്, ഭൗതിക വസ്തുക്കൾ കൊണ്ട് തൃപ്തിമാക്കാൻ ശ്രമിക്കുക. അതിലൊന്നും അവരുടെ മനസ്സ് തൃപ്തിപ്പെടുകയില്ല. കർത്താവ് പറയുന്നു, മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ പൊഴിയുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. അതുകൊണ്ട് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കട്ടെ. മക്കളെ സമ്പത്ത് കൊടുത്ത്, ഭൗതിക വസ്തുക്കൾ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ട ദൈവത്തിന്റെ വചനവും ദൈവിക സത്യങ്ങളും വിശ്വാസം കൊടുത്ത് അവരെ വളർത്താൻ ശ്രമിക്കുക. എൻട്രൻസ് കോച്ചിങ്ങിന്റെ പേരില്, ട്യൂഷന്റെ പേരിലെല്ലാം കാറ്റഗിസം മുടക്കുകയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് അവസരം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നു, വചനത്തെക്കാളും ദൈവവിശ്വാസത്തെക്കാളും ഒക്കെ പ്രധാനപ്പെട്ട സമ്പത്താണ്. അങ്ങനെയുള്ള മക്കളാണ് പിന്നീട് ഭൗതികരായി വളരുകയും മാതാപിതാക്കന്മാരൊന്നും കിട്ടാതെ വരുമ്പോൾ അവരെ നിഷ്കരണം തിരസ്കരിക്കുകയും ചെയ്യുന്ന പ്രവണത ഉള്ളവരായി വളർന്നു വരിക. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ വലിയൊരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുവാൻ ഇന്ന് നമുക്കുണ്ടാകുന്ന പ്രലോഭനമാണിത്. കല്ലുകൾ അപ്പമാക്കുക, അപ്പം നൽകി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ വചനത്തിൽ ഹൃദയം ഊന്നാനും വചനാധിഷ്ഠിതമായി ജീവിക്കുവാനും വചനം മക്കൾക്കും പിൻതലമുറയ്ക്കും കൊടുക്കുവാനും ആ ഒരു ദാഹം അവർ ജനിപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി യേശുവിനോട് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനിൻ
സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിന ഇമ്പമായി ധരണിയാകെ ആബാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. വചനം മാംസമായി അവതരിച്ച ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അവിടുന്ന് അരുളി ചെയ്തുവല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്നും പൊഴിയുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന്. ഇന്ന് മനുഷ്യർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവബോധം വീണ്ടും മനുഷ്യഹൃദയങ്ങളിൽ രൂഢമൂലമാകാൻ വേണ്ടി ഞങ്ങൾ അങ്ങയുടെ സഹായം തേടുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, പാശ്ചാത്യ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളുമൊക്കെ സൽപ്രവൃത്തിയാണ് എന്ന് കരുതി ചെയ്തിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കർത്താവെ, അവിടെ നിന്നും ഞങ്ങളുടെ നാടുകളിലേക്കൊക്കെ സംക്രമിച്ചിരിക്കുന്ന ലൗകായികത അതിനെ അവിടെ നിന്ന് ദൂരെ അകറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലുമൊക്കെ ആത്മീയത വളർത്തിയെടുക്കുവാൻ കൃപ നൽകണമേ. വചനത്തോടുള്ള ദാഹം ഞങ്ങൾക്ക് നൽകണമേ. വചനത്തിലൂടെയാണ് ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതെന്നും വചനത്തിലൂടെയാണ് ഞങ്ങൾ ശുദ്ധരാക്കപ്പെടുന്നതെന്നും വചനത്തിലൂടെയാണ് ഞങ്ങൾ സുഖമാക്കപ്പെടുന്നതെന്നും ഞങ്ങൾക്ക് ജീവൻ നൽകുന്നത് വചനമാണ് എന്നുമുള്ള വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് ആഴത്തിൽ പതിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള മക്കൾക്ക് വചനദാഹം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് വചന അഭിഷേകം നൽകണമേ. ലോകമെമ്പാടും വചനപ്രഘോഷം നടത്തുന്ന എല്ലാ വചനപ്രഘോഷകരെയും പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ വചനങ്ങൾ ഇരുമനവാള് പോലെ ഹൃദയങ്ങളിൽ ആഞ്ഞു പതിക്കട്ടെ, ആഴ്ന്നിറങ്ങട്ടെ. പാറയെ തകർക്കുന്ന കൂടം പോലെയുള്ള വചനം ഞങ്ങളുടെ ഹൃദയഭിത്തികളെ ഭേദിച്ച് മാനസാന്തരത്തിന് ഫലങ്ങൾ ഉളവാക്കട്ടെ. ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവാദയും വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനപ്രഘോഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സകലരുടെ മേലും കരുണയുണ്ടാകണമേ. അവർ അവരുടെ ഈ മഹത്തായ ശുശ്രൂഷയിൽ 100% വിശ്വസ്ത പുലർത്താൻ ഇടയാക്കണമേ. വ്യാജ പ്രവാചകന്മാരായി അവർ പ്രവർത്തിക്കാതിരിക്കട്ടെ. കർത്താവിന്റെ വചനങ്ങളിൽ വെള്ളം ചേർക്കുവാനും ദുർവ്യാഖ്യാനം നൽകി മനുഷ്യ വഴിതെറ്റിക്കാനും ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും ഇന്ന് പ്രവർത്തിക്കുകയും വചനം ദുർവ്യാഖ്യാനം നടത്തി മനുഷ്യരെ തങ്ങളിലേക്ക് ആകർഷിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും സഭയിൽ നിന്നും വേർതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും മാനസാന്തരത്തിന് കൃപയും കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
നമുക്ക് കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി ശിരസ് നമിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വഴികാട്ടിയായി ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിത പ്രത്യാശ നൽകുവാൻ കർത്താവിന്റെ വചനം കൂടെ ഉണ്ടാകട്ടെ. കർത്താവിന്റെ ആശീർവദിക്കുന്ന വലതുകരം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന് മേൽ ഉയർന്നു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശ്വരയുടെ കൃപയും പിതാവാദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ എല്ലാ പ്രവർത്തികളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ തിരുവചനത്തിന് അധിഷ്ഠിതമായി നടത്തുവാൻ, ഇന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവിന്റെ കരങ്ങൾ ദർശിക്കുവാൻ, ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ നിങ്ങൾക്കിടയാകട്ടെ. അനുഗ്രഹ സമ്പന്നമായ ഒരു ദിനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.